കുട്ടികളിലെ റിഫ്രാക്റ്റീവ് എറർ അഥവാ കാഴ്ച വൈകല്യങ്ങൾ, ഉദാഹരണത്തിന് മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്, ഹൈപ്പർമെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റ് അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം എന്നിവ പാരൻസിന് എങ്ങനെ തിരിച്ചറിയാം? മുതിർന്നവരെ പോലെ കുട്ടികൾക്ക് അവരുടെ വിഷ്വൽ പ്രോബ്ലംസ് തിരിച്ചറിയാനോ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സാധിക്കില്ല. പക്ഷേ ചില സട്ടിലായിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് തിരിച്ചറിഞ്ഞാൽ പാരൻസിന് കുട്ടികളുടെ വിഷ്വൽ ഇഷ്യൂസ് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും. ഉദാഹരണത്തിന് കുട്ടികൾ ടി വിയുടെ തൊട്ടടുത്ത് പോയി നിന്ന് കാണുക, കണ്ണുകൾ ചെറുതാക്കി പിടിച്ചോ സ്ക്വീസ് ചെയ്ത് പിടിച്ചോ കാണുക, തല ഏതിലൊരു വശത്തേക്ക് ചെരിച്ച് പിടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സാധനങ്ങളോ ബുക്കുകളോ കട്ടിന് തൊട്ടടുത്തായിട്ട് പിടിച്ച് വായിക്കുക. ഇങ്ങനെയുള്ള സൈനുകൾ. കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ കണ്ണ് ഫ്രീക്വൻ്റ് ആയിട്ട് റബ്ബ് ചെയ്യുക, അതേ തുടർന്ന് റെക്കറൻ്റായിട്ട് സ്റ്റൈ അല്ലെങ്കിൽ കൺകുരു റെക്കറൻ്റായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഹെഡേക്ക്, ഐ സ്ട്രെയിൻ, വാട്ടറിങ് തുടങ്ങിയ കംപ്ലയിൻറ്റ്സ് പറയുക. ചില സമയത്ത് കുട്ടികളിൽ കാണുന്ന കോങ്കണ്ണിൻ്റെ കാരണം ഒരുപക്ഷെ റിഫ്രാക്റ്റീവ് എറർ അല്ലെങ്കിൽ കാഴ്ച വൈകല്യങ്ങളായിരിക്കും. ചിലപ്പോൾ ഈ സയൻസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. കുട്ടികൾ അക്കാഡമിക്കലി പുറകോട്ട് പോവുക, പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുക, അവരുടെ അറ്റൻഷൻ സ്പാൻ വല്ലാണ്ട് കുറയുക, ബ്ലാക്ക് ബോർഡിൽ നിന്ന് തെറ്റിച്ചെഴുതുക തുടങ്ങിയ സയൻസ് ആയിട്ടും റിഫ്രാക്റ്റീവ് എറർ പ്രസൻറ്റ് ചെയ്യാം. പലപ്പോഴും കുട്ടികളുടെ റിഫ്രാക്റ്റീവ് എറർ കംപ്ലീറ്റ് ആയിട്ട് നെഗ്ലക്റ്റ് ചെയ്യപ്പെടാം. ഉദാഹരണത്തിന് ഒരു കണ്ണിൽ മാത്രം റിഫ്രാക്റ്റീവ് എറർ ഉള്ള കേസുകളിൽ. അങ്ങനെയുള്ളപ്പം സ്വാഭാവികമായിട്ടും മറ്റേ കണ്ണുകൊണ്ട് കുട്ടി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവും. അങ്ങനെ ഈ കണ്ണിൽ റിഫ്രാക്റ്റീവ് എറർ തിരിച്ചറിയപ്പെടാണ്ട് വരികയും ലോങ് ടേമിൽ പെർമനൻ്റ് ആയിട്ടുള്ള വിഷ്വൽ ഇമ്പയർമെൻറ്റിന് അത് കാരണമാവുകയും ചെയ്യാം. ഈ കാരണങ്ങൾ കൊണ്ടാണ് റെഗുലർ ആയിട്ടുള്ള ഐ ചെക്കപ്പ് കുട്ടികളിൽ നിർബന്ധമായും ചെയ്യണമെന്ന് പറയുന്നത്. എല്ലാ കുട്ടികളിലും ജനനം മുതൽ 3 വയസ്സ് വരെയുള്ള സമയത്തും 3 വയസ്സിനും 5 വയസ്സിനും ഇടയ്ക്കും അതുപോലെ 5 വയസ്സിനും 8 വയസ്സിനും ഇടയ്ക്കും കമ്പൽസറി ആയിട്ട് ഒരു ഐ എക്സാമിനേഷൻ നടന്നിരിക്കണം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ഉദാഹരണത്തിന് പ്രീമച്ചുർ ആയിട്ടുണ്ടായ കുട്ടികളിൽ, അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളിൽ, ലോ ബർത്ത് വെയ്റ്റ് ഉള്ള കുട്ടികളിൽ ജനനത്തിനും ഒരു മാസം പ്രായത്തിനും ഇടയ്ക്ക് നിർബന്ധമായും ഒരു ഐ ചെക്കപ്പ് നടന്നിരിക്കണം. ശരിയായ കാഴ്ചശക്തി കുട്ടികളുടെ പൂർണ്ണമായ ഡെവലപ്മെൻറ്റിന് അനിവാര്യമാണ്. കൃത്യസമയത്തെ ചെക്കപ്പും ചികിത്സയും കൊണ്ട് നമുക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കാം.